ഹലോ നമസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ യുദ്ധമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു സ്കാമിനെ പറ്റി, വാട്സപ്പിലൂടെ വരുന്ന ഒരു സ്കാമിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ വാട്സപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. സംഭവം വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ലിങ്ക് കൂടി നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലും ഭീകരമായിട്ട് ഒരു ഫോട്ടോയിൽ കൂടി, ഒരു വീഡിയോയിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നതിൽ കൂടി നമ്മളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഒരുപാട് സ്കാം ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മുടെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ വരുന്ന ഒരു ഇമേജ്, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഒരു ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആകുന്നതിലൂടെ നമ്മുടെ ഫോൺ അവരുടെ കൺട്രോളിലാകും. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വരെ കാലിയാകാം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെന്നാണ് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ആദ്യം നമ്മുടെ വാട്സപ്പിൽ ഓട്ടോ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യണം. ഇതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ കണക്റ്റഡ് ടു വൈഫൈ ആൻഡ് വെൻ റോമിങ്. ഇതിൽ 3 ഓപ്ഷനുകളിലും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വാട്സപ്പിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവില്ല. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുന്നതിലൂടെയാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. സംഭവം തിരഞ്ഞെടുക്കും നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അൺനോൺ നമ്പേഴ്സിന് വരുന്ന ഒരു ഫയലും അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ അത് വിശ്വാസയോഗ്യമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ ലിങ്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ലിങ്കുകൾ സെക്യൂർഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അത് സെക്യൂർഡ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. വൈറസ് ടോട്ടൽ പോലെയുള്ള സൈറ്റുകളിൽ പോയി ലിങ്കുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് ഉറപ്പ് വരുത്തുക. ഇത്രയൊക്കെ ചെയ്താൽ നമ്മളെ വാട്സപ്പ് കൂടി ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.